ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഞാൻ വീണ്ടും അടിപൊളി ഒരു തേങ്ങ അരച്ച മീൻകറിയായിട്ട് വന്നിട്ടുണ്ടേ. ഈ മീന് നമ്മുടെ നാട്ടിൽ നെത്തോലി എന്നാട്ടോ പേര്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ കൂട്ടുകാരെ. ആദ്യത്തെ പരിപാടി നമ്മുടെ മീൻകുട്ടനെ കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുക്കാല്ലേ. ഇത് നുള്ളുന്ന കണക്കത്ത് ഒരു ടാസ്ക് വേറെ ഒന്നുമില്ലെന്നേ. ഈ റെസിപ്പീസ് എല്ലാം ചെയ്യുന്നത് എൻ്റെ കുഞ്ഞാട്ടോ. വീഡിയോ എടുക്കുന്നതും സൗണ്ട് കൊടുക്കുന്നതും മാത്രം ഞാൻ. അന്നേരം മീനെ കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണമെന്ന് അരപ്പ് ചേർത്താലോ. ആദ്യം നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4-5 വറ്റൽ മുളക്, അതായത് നമ്മുടെ ചുവപ്പ് മുളക്, പിന്നീട് കുറച്ച് മഞ്ഞപ്പൊടിയും, പിന്നെ 2-3 കുഞ്ഞുള്ളി. ഇവരെല്ലാവരും കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതേപോലെ അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ, അരപ്പിനനുസരിച്ച് വെള്ളം കൂടെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക. ഇവിടെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതുവരെ വളരെ വളരെ സെറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറുകി വെച്ചിരിക്കുന്ന അരപ്പിനെ അങ്ങോട്ട് എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. പുള്ളിക്കാരൻ അടുപ്പിലിരുന്ന് തിളച്ച് മറിഞ്ഞ് പൊന്തി അങ്ങോട്ട് വരട്ടെ. ഈ സമയം പുള്ളിക്കാരൻ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പച്ചമാങ്ങ അങ്ങോട്ട് എടുത്ത് സെറ്റാക്കി വൃത്തിയാക്കി അങ്ങോട്ട് 4, 5, 6, 7, 8, 9, 10 പീസുകളാക്കി അങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഉണ്ടമുളകാട്ടോ. നമ്മൾ പാടത്തേക്കൊന്ന് ഇറങ്ങി നല്ല അടിപൊളി ഫ്രഷ് ഉണ്ടമുളക് 2, 3, 4, 5 അങ്ങോട്ട് പിച്ചെടുത്തു. പിന്നീട് വേണ്ടത് കറിവേപ്പിലയാണേ. അതും എടുത്ത് നമ്മൾ അകത്തേക്ക് വന്നു. അതും മുളക് ഇതുപോലെ ഒന്ന് നടുക്കൂടൊന്ന് വരഞ്ഞ് എല്ലാം സെറ്റാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായി തിളച്ച് പൊന്തി വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ നെത്തോലി കുഞ്ഞന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുഞ്ഞായി അരിഞ്ഞ് വെച്ച നമ്മുടെ മാങ്ങാ പീസും മുളകും പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം അങ്ങോട്ട് സെറ്റായി. ഇനി നമുക്ക് അങ്ങോട്ട് അടച്ച് വെക്കാം. അവിടെ ഇരുന്ന് അങ്ങോട്ട് വേവട്ടെ അല്ലേ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കറി ഇതുപോലെ വെട്ടി അങ്ങോട്ട് തിളയ്ക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ 2 സൈഡും ഇതുപോലെ പിടിച്ച് അങ്ങോട്ടിട്ട് കറക്കി ഇതേപോലെ അങ്ങോട്ട് ആക്കി വെച്ച് കൊടുക്കുക. ഒരുപാട് കറക്കല്ലേ. ഒന്നും കൂടെ അങ്ങോട്ട് റെഡി ആക്കിയിട്ട് ഒന്നും കൂടെ അടച്ചങ്ങോട്ട് വെക്കാം. ഒന്നും കൂടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. നമ്മൾ അങ്ങോട്ട് അടച്ചു വെച്ചു. നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. വീണ്ടും അങ്ങോട്ട് അടച്ച് വെക്കാം. കാരണം ഒന്നും കൂടെ ഇരുന്ന് തിളക്കട്ടെ, എന്നാലേ സെറ്റായി വരൂ. തിളച്ച് നന്നായി സെറ്റായി പൊന്തി വന്നിട്ടുണ്ടേ നമ്മുടെ കറി. നമ്മൾ പല തരത്തിൽ അരച്ച മീൻകറി വെക്കും അല്ലേ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ഈ ഉണ്ടമുളകിൻ്റെ ഫ്ലേവറൊക്കെ വെച്ചിട്ട് അടിപൊളിയാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. ഇനി കുറച്ച് കപ്പയും കൂടെ അങ്ങോട്ട് ഉടച്ച് ഈ മീൻകറിയായിട്ട് അങ്ങോട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണെന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഈ തേങ്ങ അരച്ച മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.